ഫേസ്ബുക്കിൽ 10K ഫോളോവേഴ്സ് ആയപ്പോൾ ഞാനൊരു റീൽ ഷെയർ ചെയ്തായിരുന്നു. ആ റീൽ കണ്ടിട്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചു അത് AI ആണോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ അതിൻ്റെ ഒരു റിയലിസ്റ്റിക് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിഹൈൻഡ് ദി സീൻസ് വീഡിയോ ചെയ്യാം എന്ന്. ആ റീൽ നമ്മൾ ഷൂട്ട് ചെയ്തത് ടർക്കിയിലെ കപ്പഡോഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. കപ്പഡോഷ്യ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ ലാൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ഹോഴ്സസ് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ഹോഴ്സസിൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ചെന്നാൽ കിട്ടും. അതൊരു പാക്കേജായിട്ടാണ് വരുന്നത്. 2 പേര് കാണും, ഒരു ക്യാമറാമാനും ഡ്രോൺ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാളും. അവർ നമ്മളെ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് ഈ ഡാൾട്ടൺ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ കുതിരയുടെ ഈ സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി ഫോട്ടോഷൂട്ട് ചെയ്ത് നമ്മളെ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ വരെ അവർ കൊണ്ടുവിടും. അതുപോലെ അതൊരു പാക്കേജായിട്ടാണ് വരുന്നത്. ഈ പാക്കേജിനകത്ത് നമുക്ക് 3 ടേൺസ് ആണ് കിട്ടുന്നത്. അതിനകത്ത് ഓരോ ടേൺസിനും അവർ പേ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അന്നേരം അതിൽ കൂടുതൽ ടേൺസ് വേണമെങ്കിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ പേ ചെയ്യണം. സോ ഇതിന് ബേസിക്കലി ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഈ പാഞ്ഞു വരുന്ന കുതിരകളുടെ ഇടയിൽ കൂടെ നമ്മൾ വളരെ കൂളായിട്ട് നടക്കണം എന്ന് പറയുന്നത് മാത്രമാണ് എനിക്കൊരു ടാസ്ക്കായിട്ട് തോന്നിയത്. നമ്മുടെ ഫോട്ടോഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ അവർ പറയും പേടിക്കണ്ട, കുതിര പാഞ്ഞു വരും, ഡോൺ വറി, ദേ ആർ വെൽ ട്രെയിൻഡ് എന്ന് പറയും. പക്ഷേ എത്ര വെൽ ട്രെയിൻഡ് ആണെന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിയാലും നമ്മൾ പാഞ്ഞു വരുന്ന കുതിരയുടെ ഇടയിൽ കൂടെ കൂളായിട്ട് നടക്കണമെന്ന് പറയുന്ന ഇച്ചിരി പാടായിരുന്നു. ആദ്യത്തെ 2 ടേൺസും ഞാൻ വിജൃംഭിച്ചു പോയി, ഒന്നും കിട്ടിയില്ല. 3ാമത്തെ ആയപ്പം ചേട്ടൻ ദേഷ്യപ്പെട്ടു. ഓക്കെ ഇനി നിനക്കൊരു ടേൺസ് കൂടികൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 2ഉം കൽപ്പിച്ച് ഞാൻ 3ാമത് കുതിര ഇടിച്ച് ചാട്ട എന്നുള്ള രീതിയിൽ 2ഉം കൽപ്പിച്ച് ഒറ്റ നടപ്പ് നടന്നു. അത് മാത്രമാണ് മര്യാദയ്ക്ക് കിട്ടിയത്. അത് തന്നെയല്ല, ഈ കുതിര ഓടിപ്പോകുമ്പോൾ ഇടയ്ക്ക് കല്ല് തെറിക്കും, അങ്ങനെ പൊടി വരും, അങ്ങനെ കുറച്ച് ഇതും കൂടെ ഉണ്ട്. ഇടയ്ക്കൊരു കല്ല് പാഞ്ഞു പോയായിരുന്നു, ഭാഗ്യത്തിന് എങ്ങും കൊണ്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ നമുക്ക് അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു വീഡിയോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ ടർക്കിയിലേക്ക് വിട്ടോ,